ശ്രീമൂലമംഗലം കായലിൽ കൊയ്ത്തിന്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ കളം പിരിയുന്നതിന് മുമ്പേ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കണം എന്ന മുദ്രാവാക്യങ്ങളുമായി കർഷക സംഘടനകൾ രംഗത്തു വരുന്നു. കർഷക തൊഴിലാളി മേഖലയിലെ തന്നെ ആദ്യത്തെ സംഘടിത സമരമായിരുന്നു അത്. സമരക്കാരെ ഒതുക്കുവാൻ വേണ്ടി ജന്മിമാർ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ അന്ന് VS-ഉം മറ്റു നേതാക്കന്മാരും പകർന്നു നൽകിയ ആത്മവീര്യം ജ്വലിച്ചു നിന്ന കർഷക സമര അംഗങ്ങൾ ഒട്ടും തന്നെ പതറിയില്ല. പാടവരമ്പത്ത് കിടക്കുന്ന കൊയ്ത നെല്ല് അവരുടെ സമരം വിജയിപ്പിക്കുക തന്നെ ചെയ്തു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ ഗത്യന്തരമില്ലാതെ ജന്മിമാർക്ക് യൂണിയനുമായി ചർച്ചയ്ക്ക് ഒരുങ്ങേണ്ടതായി വന്നു. കർഷകരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അന്ന് അംഗീകരിക്കപ്പെടുകയുണ്ടായി. കുട്ടനാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കൈനിറയെ നെല്ലുമായി ആർപ്പുവിളിയോടെ കർഷകർ പാടവരമ്പത്തുകൂടെ കുടിലിലേക്ക് യാത്രയായി. കർഷകരുടെ ഉത്തരവാദ പ്രക്ഷോഭം മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളി സംഘടനകൾക്ക് വലിയ പ്രചോദനം തന്നെ നൽകുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുവാനൊരുങ്ങുമ്പോൾ തന്റെ ഏകാധിപത്യ ഭരണം ഇവിടെ പൂർവാധികം ശക്തിയായി തന്നെ നിലയുറപ്പിക്കണം എന്ന് കണക്കുകൂട്ടിക്കൊണ്ടിരുന്ന ദിവാൻ സർ CP-യുടെ സിംഹാസനത്തിന്റെ ആണിക്കൽ ഇളകുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുവാൻ തുടങ്ങി. TV തോമസ് ഉൾപ്പെടെയുള്ള സകല നേതാക്കളുമായി സർ CP ചർച്ചയ്ക്ക് തയ്യാറായി. എന്നാൽ സ്വാതന്ത്ര്യത്തിൽ കവിഞ്ഞ് ഒരു വിട്ടുവീഴ്ചയ്ക്കും അന്ന് നേതാക്കന്മാർ തയ്യാറായില്ല. സർ CP ആകട്ടെ അമേരിക്കൻ മോഡൽ ജനാധിപത്യം എന്ന പേരിൽ ഒരു പുതിയ ഭരണ സമ്പ്രദായം നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അമേരിക്കൻ മോഡൽ എന്ന പേരിൽ സർ CP-യുടെ തികഞ്ഞ സ്വേച്ഛാധിപത്യ ഭരണമാണ് ജനം വരും കാലങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യസ്നേഹികളായ വിപ്ലവ നേതാക്കന്മാർ വളരെ ശക്തമായി തന്നെ CP-യുടെ നയങ്ങളെ എതിർക്കുവാൻ തുടങ്ങി. സർ CP ആകട്ടെ പോലീസിനെയും പട്ടാളത്തെയും വിന്യസിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുവാനും പീഡിപ്പിക്കുവാനും തുടങ്ങി. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ പോലീസും പട്ടാളവും തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഇരകളെ തേടി റോന്തു ചുറ്റുന്നു. പാവപ്പെട്ട അണികളുടെ കുടിലുകളിൽ അതിക്രമിച്ചു കയറി നേതാക്കൾക്കെതിരെ മൂർദാബാദ് വിളിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ CP-യും നേതാക്കളും തമ്മിലുള്ള സമരം വളരെ കൊടുമ്പിരി കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തെ വളരെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകുന്നു.